നമ്മളിപ്പോൾ ഉള്ളത് അയിങ്കലം ഫിഷ് ഫാമിലാണ്. ഇപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ഒരു ടാങ്കിലുണ്ടല്ലോ നിറയെ വരാലുകളാണ്. അത്യാവശ്യം നല്ല സൈസുള്ള വരാലുകൾ. ഇപ്പോൾ വരാൽ ഇവിടെ ഹാർവെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വേനൽ അവസാനം നമ്മൾ എടുത്തൊരു വീഡിയോ ആയിരുന്നത്. നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ഇത്തിരി ലേറ്റായി. ഞാൻ ആദ്യം ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. നാച്ചുറൽ പോണ്ടിൽ മീൻ വളർത്തുന്ന കർഷകർ വേനൽ അവസാനം കണ്ടിട്ടാണ് മീൻ പിടിക്കാറുള്ളത്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ആ സമയത്ത് താരതമ്യേന പോണ്ടിൽ കുറവായിരിക്കും. അപ്പോൾ പിടിക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഈ കുളത്തുനിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് വല വലിച്ചിട്ടാണ്. അപ്പോൾ 2-3 പേര് കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വല നേരിട്ട് ഇങ്ങനെ വളയാണ് ചെയ്യുക. എന്നിട്ട് വളഞ്ഞിട്ട് ഓരോ അറ്റത്തുനിന്ന് ഇങ്ങനെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇതുപോലെ അരുവടിപ്പിച്ച് വലിച്ചു കൊണ്ടുവരണം. എങ്കിലേ കുളത്തുനിന്ന് മീൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അവർ അരുവ് കൂടി ഗ്യാപ്പിലൂടെ മീനുകൾ പോവും. ഇനിയിപ്പോൾ നമ്മൾ വല വലിക്കണ സമയത്ത് തന്നെ വലൻ്റെ മുകളിലേക്ക് മീൻ ചാടി പോകുന്ന സംഭവങ്ങൾ ഇതിലിടക്ക് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, മീനുകൾ ഇങ്ങനെ ചാടി പോകും. വരാലാണ് പ്രത്യേകിച്ച് നല്ല ചാട്ടക്കാരാണ്. അപ്പോൾ അവർ നല്ല ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വലേൻ്റെ അടിയിൽ കൂടി സൈഡിൽ കൂടി ഒക്കെ ഗ്യാപ്പ് കിട്ടിയാൽ പോകും. അപ്പോൾ ആ ഗ്യാപ്പ് കൂടി മീൻ ഒഴിഞ്ഞു പോവാതെ ഇരിക്കാനും വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധയോട് കൂടിയിട്ടാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൈഡും വല അടുപ്പിച്ച് കോരി കൊണ്ടുവരട്ടാ. കരയിലേക്ക് എത്തുന്ന സമയത്ത് വലയിൽ മീൻ അത്യാവശ്യം നല്ല രീതിയിൽ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മീനുകൾ നന്നായിട്ട് ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. കുറേ മീനുകൾ ഒഴിഞ്ഞു പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിവല കുളത്തിലിറങ്ങിയിട്ട് ഒരാൾ അടിവല പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരയിൽ നിൽക്കുന്ന ആൾ മുകൾ വല വലിച്ച് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മീൻ പിടിക്കുന്ന സമയത്ത് ഈ അടിവലയും മേൽവലയും ഒരേപോലെ പിടിച്ച് ഇതുപോലെ ലാസ്റ്റ് വന്ന് ലോക്ക് ചെയ്യുക. അപ്പോൾ മീനുകൾ ഇതിനകത്തായി. ഇനി കരയിൽ നിൽക്കുന്നവർക്ക് ഈസി ആയിട്ട് തന്നെ മീൻ പിടിക്കാൻ പറ്റും. ഇപ്പോൾ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് മീനുകളെ കരയിലേക്ക് കയറ്റും. പിന്നെ അത് കഴിഞ്ഞ് ആ ബാക്കി വലയിൽ ലോക്കായി കിടക്കുന്ന മീനുകളെ പിന്നെ അതിന് ശേഷം കരയിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ സെക്ഷനിൽ കണ്ടില്ല ഇതേപോലൊരു കുറച്ച് പാർട്ടാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് മീനുകളെ ഈസി ആയിട്ട് ഈ കാണുന്ന മീൻ പെട്ടിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കൂടി പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് മാറ്റുക. ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ പ്രോസസ്സ് കാര്യങ്ങളാണ്. കുളത്തുനിന്ന് വല കോരിയിട്ട് മീനിനെ പിടിക്കാനാണ് ഇത്തിരി പണിയുള്ളത്. കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണികളൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ വരാലായതുകൊണ്ട് മറ്റ് മീനുകളെ പോലെയല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം മീനുകൾ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒഴിഞ്ഞ് വീണ്ടും കുളത്തിലേക്ക് തന്നെ ചാടിപ്പോവും. അപ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് മീനൊക്കെ പിടിച്ച് കയറ്റി കഴിഞ്ഞ ശേഷം പിന്നെ മീൻ പെട്ടിയിലാക്കിയിട്ടുള്ള മീൻ നേരിട്ട് ഇപ്പോൾ നമ്മൾ പാടത്തിൻ്റെ ഏരിയയിലായിട്ടാണ് കുളത്തിൻ്റെ ആ ഭാഗത്താണ് നിൽക്കുന്നത്. നമ്മുടെ റൗണ്ട് ടാങ്കുകളൊക്കെ മീൻ കീപ്പ് ചെയ്യാനുള്ളത് മുകളിലാണ്. വീടിനോട് ചേർത്തിട്ട് അപ്പുറത്ത് മുറ്റത്താണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ വണ്ടിയിലാണ് കൊണ്ടുപോകുക. അപ്പോൾ വണ്ടിയിലേക്കുള്ള മീൻ ഇതുപോലെ പെട്ടിയിലാക്കിയിട്ട് മീൻ അങ്ങോട്ട് കൊണ്ടുപോവുക ചെയ്യാം. വീണ്ടും നമ്മൾ തുടക്കത്തിൽ വരാലുകൾ ഇട്ടിട്ടുള്ള ടാങ്കുകളുടെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം മീൻ താഴെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നാക്കുന്നത്. നല്ല തെളിവെള്ളത്തിലുണ്ടില്ല, നല്ല ഹെൽത്തി ആയിട്ട് ഓടി നടക്കുന്ന വലിയ വരാലുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓരോ സൈസ് അനുസരിച്ചാട്ടാണ് മാറ്റണത്. ഇതിനകത്ത് വലിയ സൈസാണ്. അതേപോലെ തന്നെ കുറച്ച് സൈസ് കുറഞ്ഞത് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. അതിനും സൈസ് കുറഞ്ഞത് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ ടാങ്കുകളിലൊക്കെ ആയിട്ടാണ് മാറ്റുന്നത്. താഴേന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ വണ്ടിയിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഏലിടണേ അതിലാണ് ഒന്നുമില്ല ഞാൻ നോക്കണ പിടിക്കണ കഴിക്കണ. ഇതിൽ പേര് സൈസല്ല ഒരില്ലാളെ വലിയ സൈസല്ലേ. ഈ ടാങ്കിനകത്ത് വലിയ സൈസാണ്. വെയിൽ കൊണ്ടിട്ടേ ആൽഗെ ഫോം ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ വെള്ളത്തിനൊരു കളറുണ്ട്, പച്ച ഉണ്ട്. ഈ ടാങ്കിനകത്തൊക്കെ മീനുണ്ട്. ഇനി കുറച്ച് സൈസ് കുറഞ്ഞത് ഇങ്ങോട്ടാണ് മാറ്റുന്നത്.